ബീഹാർ എക്സിറ്റ് പോൾ ഫലം പുറത്ത്. എൻഡിഎക്ക് അധികാര തുടർച്ച. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ജനങ്ങൾ താൽപര്യപ്പെടുന്നത് തേജസ്വി യാദവിനെ. ബീഹാറിൽ രണ്ടാം ഘട്ട പോളിംഗ് അവസാനിച്ചതോടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവന്ന എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം എൻഡിഎക്ക് അധികാര തുടർച്ചയാണ് പ്രവചിക്കുന്നത്. പീപ്പിൾസ് പൾസിന്റെ സർവേ പ്രകാരം ബീഹാറിൽ എൻഡിഎക്ക് അധികാര തുടർച്ച ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. എൻഡിഎക്ക് 46.2% വോട്ടുകൾ ലഭിക്കുമെന്നും 133, 159 സീറ്റുകൾ വരെ എൻഡിഎ നേടുമെന്നുമാണ് പ്രവചിക്കുന്നത്. മഹാസഖ്യം 37.9% വോട്ടുകൾ നേടുമെന്നും 75, 101 സീറ്റുകൾ നേടുമെന്നുമാണ് പ്രവചനം. ജൻസ്വരാജ് പാർട്ടി 9.7% വോട്ടുകളും 0 മുതൽ 5% സീറ്റുകളും നേടുമെന്ന് പീപ്പിൾസ് പൾസ് സർവേ പ്രകാരം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് 32% ജനങ്ങൾ താൽപര്യപ്പെടുന്നത് തേജസ്വി യാദവിനെയാണെന്നും സർവേയിൽ പറയുന്നു. മാട്രിക്സ് സർവേ പ്രകാരം എൻഡിഎ 147, 167 സീറ്റുകൾ നേടുമെന്നും ഇന്ത്യ സഖ്യം 70 മുതൽ 90 സീറ്റ് വരെ നേടുമെന്നും മറ്റുള്ളവർ 2 മുതൽ 6 സീറ്റുകൾ നേടുമെന്നും പ്രവചിക്കുന്നു. അതേസമയം ബീഹാറിൽ രണ്ടാം ഘട്ട പോളിംഗ് അവസാനിച്ചിരിക്കുകയാണ്. 5 മണിവരെ 67.14 പോളിംഗാണ് രേഖപ്പെടുത്തിയത്. ആദ്യഘട്ട പോളിംഗിനെ മറികടന്ന് ബീഹാറിൽ രണ്ടാം ഘട്ട പോളിംഗ് ശതമാനം റെക്കോർഡ് പിന്നിട്ടിരിക്കുകയാണ്. 64.66% ഒന്നാം ഘട്ടത്തിൽ രേഖപ്പെടുത്തിയത്. 20 ജില്ലകളിലെ 122 മണ്ഡലങ്ങളിലായാണ് രണ്ടാം ഘട്ടം പോളിംഗ് നടക്കുന്നത്. 45,339 പോളിംഗ് സ്റ്റേഷനുകളാണ് ക്രമീകരിച്ചത്. 1,302 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുണ്ടായിരുന്നത്. രാവിലെ 7 മണിക്ക് വോട്ടെടുപ്പ് ആരംഭിച്ചപ്പോൾ തന്നെ ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിരയായിരുന്നു. ഉച്ചയോടെ 60.40% പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നു. വൈകുന്നേരം 5 മണിയോടെ പോളിംഗ് 67.14% കടക്കുകയായിരുന്നു. ദില്ലി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ പോളിംഗ് ബൂത്തുകളുടെ സുരക്ഷ കൂട്ടിയിരുന്നു.